അഞ്ജു ജയപ്രകാശ്, ലത്തീൻ അതിരൂപതയുടെ സർക്കുലറിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. രാജ്യത്ത് മതധ്രുവീകരണം നടക്കുന്നു, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെയാണ് സർക്കുലർ വായിച്ചിരിക്കുന്നത്. ഇത് ആർക്കുള്ള പണിയാണ്? കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരായ പണിയാണോ? ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാറിൽ നടന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പണിയാണോ? മൊത്തത്തിൽ ഈ സർക്കുലർ പറയുന്നത് എന്താ? അരുൺ, അല്പസമയം മുമ്പാണ് പള്ളികളിൽ സർക്കുലർ വായിച്ചിരിക്കുന്നത്. പ്രതിഷേധം അത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെയും പല വിഷയങ്ങളിൽ ഇതുപോലെ ലത്തീൻ അതിരൂപത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ ഇറക്കാറുണ്ട്. അത് പള്ളികളിൽ വായിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുമുണ്ട്. ഇപ്പോഴിതാ പുതിയ സർക്കുലറിൽ പറയുന്നത് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ മോദി ഗ്യാരണ്ടിയിൽ പുതിയ മത്സരചിത്രം തെളിയുമ്പോൾ ആർക്കെതിരെയാണ് പറഞ്ഞത് എന്നതിന്റെ സൂചനയും വളരെ വ്യക്തമായിട്ട് തെളിയുന്നതുമാണ്. മതധ്രുവീകരണം രാജ്യത്തെ സൗഹൃദ അന്തരീക്ഷം തകർക്കുകയാണ്. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ ലത്തീൻ അതിരൂപത ഇറക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും പൂർണ്ണമായും ഹനിക്കപ്പെടുന്നു എന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. ഈ മാസം 22-ാം തീയതി ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റയുടെ ആഹ്വാനമുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളും ഒപ്പം തന്നെ ഈ മതമൗലിക പ്രസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബഹുസ്വരതയെ തന്നെ തകർക്കുന്ന നിലയിലേക്കാണ് പോകുന്നത് എന്നും സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു സർക്കുലറായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ കണക്കടക്കം നിരത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 2014 ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണം 147 ആണെങ്കിൽ 2023 ആകുമ്പോൾ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ 687 ആയതെന്നും ഈ സർക്കുലറിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അരുൺ, ഓക്കെ അഞ്ജു, 5 മടങ്ങ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ എന്നാണ് സർക്കുലർ ഇപ്പോൾ വായിച്ചിരിക്കുന്നത്. താങ്ക് യു അഞ്ജു.